പ്രിയപ്പെട്ടവരെ, ഈ യാത്രാ ദുരിതം മാത്രമല്ല കേട്ടോ, കെടുകാര്യസ്ഥതയും അനാസ്ഥയും മാത്രമല്ല, അഴിമതിയും ക്രമക്കേടുമുണ്ട് KSRTCയുടെ പല പർച്ചേസിങ്ങുകളിലും. KSRTC ETM മെഷീൻ വാങ്ങിയതിൽ വ്യാപക ക്രമക്കേടെന്നൊരു ആരോപണം വരുന്നുണ്ട്. കോടികൾ മുടക്കി വാങ്ങിയ മെഷീൻ 2 വർഷം തികയുന്നതിന് മുൻപേ കേടായി. മെഷീനുകളുടെ തകരാർ പരിഹരിക്കുന്നതിന് പകരം KSRTC പുതിയ മെഷീനുകൾ വാടകയ്ക്കെടുത്തു. 1 വർഷം വാടകയായി നൽകേണ്ടത് 11 കോടിയോളം രൂപ. വാടക നൽകുന്ന തുകയ്ക്ക് പുതിയത് വാങ്ങാത്തതിൽ ദുരൂഹതയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. റിപ്പോർട്ട്. 2021 നവംബറിലാണ് മൈക്രോ എഫക്സ് എന്ന കമ്പനിയുടെ 5500 ETM മെഷീനുകൾ കോടികൾ മുടക്കി KSRTC വാങ്ങിക്കൂട്ടിയത്. GPS സംവിധാനം ഉൾപ്പെടെ ഉണ്ടെന്ന് വീമ്പിളക്കി പ്രത്യേക കൺട്രോൾ റൂം തുടങ്ങി. അതർ ഡ്യൂട്ടിയിൽ ജീവനക്കാരെ നിയമിച്ചു. എന്നാൽ 2 വർഷം പോലും തികച്ച മൈക്രോ എഫക്സ് കമ്പനിയുടെ മെഷീനുകൾ ഉപയോഗിക്കാനായില്ല. കോടികൾ മുടക്കി വാങ്ങിയ മെഷീനുകൾ കേടായതിനെക്കുറിച്ച് അന്വേഷിക്കുവാനോ പ്രശ്നം പരിഹരിക്കുവാനോ തയ്യാറാകാതെ 2023 അത്യാധുനിക സംവിധാനങ്ങളുണ്ടെന്ന പ്രഖ്യാപനം നടത്തി ചലോ ആപ്പ് എന്ന കമ്പനിയിൽ നിന്നും മെഷീനുകൾ വാടകയ്ക്കെടുക്കുവാൻ KSRTC തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ 3 കൊല്ലം മുമ്പ് ആൻഡ്രോയിഡ് സംവിധാനം ഈ രാജ്യത്ത് നിലവിലുണ്ട്. അന്ന് ആൻഡ്രോയിഡ് സംവിധാനമുള്ള ETM മെഷീനുകൾ വാങ്ങാതെ എല്ലാം കേടായപ്പോൾ അത് കേടായതുകൊണ്ടാണ് മാറ്റുന്നത് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ETMിലേക്ക് മാറുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ഓരോരുത്തരുടെയും തലയെണ്ണിയാണ് വാടകയും നികുതിയും നൽകുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ഒരു ടിക്കറ്റ് ഒരാൾക്ക് 16 പൈസ പ്ലസ് GST ആണ് ഈടാക്കുന്നത്. ഒരു വർഷം തന്നെ ഏകദേശം 10 കോടി രൂപ ഈ ETM മെഷീൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് ലഭിക്കുകയാണ്. ഈ മെഷീനുകൾ ഒരു 10 വർഷം പ്രവർത്തിക്കുകയാണെങ്കിൽ 100 കോടി അല്ലെങ്കിൽ 111 കോടി രൂപ ഇവർക്ക് കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാർഡ് സ്വൈപ്പിംഗ്, GPS സംവിധാനം ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് പുതിയ മെഷീനുകൾ വാങ്ങിയത്. അതും നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി തുക വാടകയായി നൽകി. എന്നാൽ ഇന്നേവരെ KSRTC ബസ്സുകളിൽ ഈ സാങ്കേതിക വിദ്യകളൊന്നും നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല. പിന്നെന്തിനാണ് ഈ വാടക നൽകുന്നത്? അഴിമതിയുണ്ടെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ശങ്കറിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. റിനു റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു യാത്രക്കാരൻ KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ പലതരം സെസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ KSRTC ഈ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഈ മെഷീൻ്റെ സെസ്സും കൂടി കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. 11 കോടി രൂപ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് അത്ര ചെറിയ കണക്കല്ല. അതിൻ്റെ പാതി തന്നെ മതി കേരളത്തിലെ പല KSRTC പെൻഷനുകളും കൊടുത്തു തീർക്കാൻ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും ഓൺലൈനൊന്നും ആയിട്ടില്ലല്ലോ നമ്മുടെ ടിക്കറ്റിംഗ് സംവിധാനം. എന്നിട്ടും നേരിട്ട് വാങ്ങാമെന്നിരിക്കെ വാടകയ്ക്കെടുക്കുന്നത് എന്ത് ന്യായീകരണമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? അരുൺകുമാർ, 2021 നവംബറിലാണ് ETM മെഷീനുകൾ, അതായത് മൈക്രോ എഫക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ETM മെഷീനുകൾ KSRTC വാങ്ങുന്നത്. അന്നും പറഞ്ഞത് GPS സംവിധാനം ഉൾപ്പെടെയുണ്ട്, അത്യാധുനിക സൗകര്യങ്ങളുണ്ട് എന്നാണ്. തുടർന്നാണ് അതർ ഡ്യൂട്ടിയിൽ KSRTCയിലെ ജീവനക്കാരെ പ്രത്യേക ഒരു ഓഫീസ് സജ്ജമാക്കി അവിടെ ഒരു കേന്ദ്രം സജ്ജീകരിച്ചുകൊണ്ട് അവരെ നിയമിക്കുന്നതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി. അതിനുശേഷം ഏകദേശം 1.5-2 വർഷം പോലും ഈ മെഷീനുകൾ ഉപയോഗിക്കാനായില്ല എന്നുള്ളതാണ് കണ്ടക്ടർമാർ ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചത്, ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ. ഈ 1.5-2 വർഷത്തിന് ശേഷം ഈ മെഷീൻ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ മെഷീനുകൾ ഉപയോഗിക്കുന്നതിന് പകരം 2023 തുടങ്ങുമ്പോൾ തന്നെ പുതിയ മെഷീനുകൾ, ചലോ ആപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ മെഷീനുകൾ വാടകയ്ക്കെടുക്കുവാൻ വേണ്ടി KSRTC തയ്യാറായി എന്നുള്ളതാണ്. അപ്പോഴും ഈ പ്രശ്നപരിഹാരം നടത്തുന്നില്ല പഴയ മെഷീൻ്റെ. അതെല്ലാം തന്നെ ഒരു വശത്തേക്ക് കൂട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട്
എന്തുകൊണ്ട് നന്നാക്കിയില്ല എന്നതുൾപ്പെടെയുള്ളവ ഒരു രീതിയിലും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പോലും പരിശോധിക്കുന്നില്ല. ഏകദേശം ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ, ഞാൻ സ്ഥിരം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഞാനൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ 16 പൈസ അധികമായി നൽകുന്നു, ഒപ്പം ആ 16 പൈസയുടെ നികുതിയും നൽകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വർഷം ഏകദേശം 11 കോടിയോളം രൂപ ശരാശരി കണക്ക് കൂട്ടുമ്പോൾ KSRTC ഈ കമ്പനിക്ക് നൽകേണ്ടി വരുന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ മെഷീനുകൾ, അതായത് ചലോ ആപ്പിന്റെ മെഷീനുകൾ വാങ്ങാത്തത്, നേരിട്ട് KSRTC വാങ്ങാത്തത് എന്നുള്ളതാണ് സംശയം. KSRTC ഒപ്പം ചലോ ആപ്പിന്റെ ടിക്കറ്റിംഗ് മെഷീൻ ഒരു വർഷം 11 കോടി രൂപ KSRTCയിൽ നിന്ന് തന്നെ യാത്രക്കാരിൽ നിന്ന് പിഴിഞ്ഞ് കമ്പനിക്ക് കൊടുക്കണമെങ്കിൽ ആ ഇടപാട് നടത്തിയതിന് പിന്നിൽ അഴിമതിയില്ലേ എന്നത് സ്വാഭാവികമായ ചോദ്യമാണ്. അപ്പോൾ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മാത്രമല്ല, ഈ KSRTC വിറ്റ് ജീവിക്കുന്ന മനുഷ്യരും നമ്മുടെ ഇടയിലുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. റിനു ശ്രീധരാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോഴും KSRTCയുടെ പഴയ ഒരു ടിക്കറ്റിങ്ങും ഓൺലൈനായിട്ടുമില്ല. എങ്കിൽ പിന്നെ ഇത്ര ഭീമമായ വാടക കൊടുക്കുന്നത് എന്തിനാണ്? ഈ ടിക്കറ്റിംഗ് മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? അതിൻ്റെ AMC ഏർപ്പാടാക്കി നിങ്ങൾക്കത് പരിപാലിച്ചുകൂടെ എന്ന ചോദ്യമുണ്ട്.